ഇനിയും സ്ഥാനാർത്ഥികളെ അറിയാനുണ്ട്. കാരണം LDF എന്തായിരിക്കും ഇനി തീരുമാനമെടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. നിലവിൽ നിലമ്പൂരിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളും കണ്ടുമറിഞ്ഞും തന്നെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. LDFനെ സംബന്ധിച്ചും അഭിമാനമാണ്, കോട്ട നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യം തന്നെയാണ്. നിലമ്പൂരിൽ പല പേരുകളും CPM പരിഗണിക്കുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട പേരുകൾ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. ആദ്യം യു ഷറഫലിയുടെ പേരാണ് അവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അത് മാത്രമല്ല മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കൂടിയാണ്. ഒപ്പം സന്തോഷ് ട്രോഫി മുൻ ക്യാപ്റ്റനാണ്. അപ്പോൾ മലപ്പുറമാണ്. ഈ രീതിയിൽ തന്നെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ മനുഷ്യരെല്ലാവരും ആ രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഒരാൾ എത്തുമ്പോൾ അദ്ദേഹം തന്നെയാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വരും ദിവസങ്ങൾ നോക്കാം. അടുത്ത പേര് എന്ന് പറയുന്നത് പി ഷബീറിന്റെയാണ്. അദ്ദേഹം DYFI ജില്ലാ പ്രസിഡന്റാണ്, യുവജന കമ്മീഷൻ അംഗം കൂടിയാണ്, നിലമ്പൂർ സ്വദേശി തന്നെയാണ്. ആ പേരും പരിഗണനയിലുണ്ട്. അടുത്ത പേരാണ് ഏറ്റവും പ്രധാനം, M സ്വരാജ്. മുതിർന്ന CPM നേതാവായ സ്വരാജിന്റെ പേരും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, തൃപ്പൂണിത്തുറ മുൻ MLA ആണ്, ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അത് മാത്രമല്ല ഈ നിലമ്പൂരിൽ തന്നെ കാര്യങ്ങളെല്ലാം നിലവിൽ ഏകീകരിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹവുമാണ്. SFIയിലൂടെ പൊതുരംഗത്തെത്തുന്നു. DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, മലപ്പുറം സ്വദേശി തന്നെയാണ്. നിലമ്പൂരിലെ നിലവിലെ LDFന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ കൂടി M സ്വരാജ് അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് മുന്നിലേക്ക് പോകുന്നുണ്ട്. M സ്വരാജ് ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നതും കൗതുകമുണർത്തുന്ന കാര്യം തന്നെയാണ്. അടുത്ത പേര് നോക്കാം. അടുത്തത് മാട്ടുമ്മൽ സലീമാണ്. CPM നിലമ്പൂർ നഗരസഭാ ചെയർമാനാണ്, 16-ാം വാർഡ് കൗൺസിലറാണ്. ഒപ്പം തന്നെ ഈയമ്മഴ വാർഡ് പ്രതിനിധിയായിരുന്നു. പ്രാദേശിക തലത്തിൽ തന്നെ അദ്ദേഹം സജീവമാണ്. ഒപ്പം തന്നെ കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗം കൂടിയാണ്. ഈ പേരുകളൊക്കെ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ LDF എന്താണ് കരുതിയിരിക്കുന്നത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതാണ്. കഴിഞ്ഞ 2 തവണയും സ്വതന്ത്രനെയാണ് ഇറക്കിയത്. നമുക്കറിയാം, നിലമ്പൂരിന്റെ രാഷ്ട്രീയം എടുത്താൽ തന്നെ സ്വതന്ത്രയുടെ ഒരു ചരിത്രം അത് LDFനെ സംബന്ധിച്ചുണ്ട്. ആ രീതിയിൽ സ്വതന്ത്രനായിരിക്കുമോ വരുന്നത്? ഉയർന്നു കേൾക്കുന്ന പേരിൽ നിന്നും M സ്വരാജ് എത്തുമോ എന്നത് ഉൾപ്പെടെയുള്ളത് LDF രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് കൗതുകമുണർത്തുന്ന കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം, വരട്ടെ അല്ലേ?